ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചമ്പുളിയാണ് കേട്ടോ. അതിനാദ്യം നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഞാനിവിടെ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഒരു അരിപ്പയിലോട്ട് ഇട്ട് അത് നല്ലോണം അരിച്ചെടുക്കുക. മിനിമം ഒരു 3 വട്ടമെങ്കിലും പുളി പിഴിഞ്ഞ് എടുക്കണം. അടുത്തതായി നമ്മൾ ഇഞ്ചമ്പുളി വെക്കാനുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക. പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഈ പാത്രത്തിലോട്ട് ഒഴിക്കുക. സ്റ്റൗ ഇപ്പോൾ ഹൈ ഫ്ലെയിമാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, എന്നിട്ട് നല്ലോണം ഇളക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം യോജിപ്പിക്കുക. തിളച്ച് വരണ വരെ ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വേപ്പില പാകത്തിന് ഇട്ട് കൊടുക്കുക. ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഇഞ്ചമ്പുളി ഒന്ന് കുറുകണ വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നല്ലോണം കുറുകി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. മധുരം, എരിവ്, ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി നല്ലോണം കുറുകി വരുന്നുണ്ട്. ഇഞ്ചമ്പുളി കുറച്ച് കട്ടിയായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. ഇനി നമുക്ക് നാളികേരം വറുത്തിടണം. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നെയ്യ് ഒഴിക്കുക. ചൂടായി വന്നാൽ അതിലേക്ക് നാളികേരം ചെറുതായി നുറുക്കി എടുത്തത് ഇടുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നല്ലോണം ഇളക്കുക. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് പൊട്ടിച്ച് എടുക്കുക. അതിലോട്ട് കുറച്ച് വേപ്പില, 4 വറ്റൽമുളക്, ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ഉഴുന്ന് ഇടുക. ഉഴുന്ന് കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് ഇതെല്ലാം വേഗം ഇഞ്ചമ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. നല്ലോണം യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചമ്പുളി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.